ഇന്ന് നമുക്കൊരു പെൻസിൽ ഡ്രോയിങ് ചെയ്താലോ? കഴിഞ്ഞ ദിവസം കുറച്ച് പെൻസിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്നേരം തൊട്ട് വിചാരിക്കുന്നതാണ് പെൻസിൽ ഡ്രോയിങ് ചെയ്ത് നോക്കണത്. നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിങ്ങനെ തുറന്നപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കേട്ടോ. അതിന് തുറന്ന് എല്ലാ കളേഴ്സും ഒരുമിച്ചിരിക്കുന്ന കാണാൻ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ ആ ഒരു ഫോണിൽ കണ്ട ഒരു ഇമേജാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിച്ചത്. അതുപോലെ ആയോ എന്ന് ചോദിച്ചാൽ എവിടെയൊക്കെ ആയി, അല്ലാണ്ട് കംപ്ലീറ്റ്ലി ആയിട്ടില്ലായിരുന്നു. ആൻഡ് എനിക്കെന്തോ ഇങ്ങനെ പെൻസിൽ കിട്ടിയപ്പോഴേ കളർ പെൻസിൽ കിട്ടിയപ്പോഴേ വരയ്ക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുമായിരുന്നു. ആൻഡ് ഫൈനലി ഞാൻ വരച്ചു. ക്രയോൺസും കൂടി വെച്ച് നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. പെൻസിൽ ഡ്രോയിങ് വെച്ച് നമുക്കിനി കുറേ ചെയ്യാം. അപ്പം ഞാനങ്ങനെ ആദ്യം നമ്മുടെ നോർമൽ പെൻസിൽ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തു. ആൻഡ് ഇത് ബ്ലാക്ക് കളർ പെൻസിൽ യൂസ് ചെയ്തു. ആൻഡ് നിങ്ങൾ പറയാം കേട്ടോ, നിങ്ങൾ ആദ്യമായിട്ട് വരയ്ക്കുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് എവിടെയാണ് വരച്ചതെന്നൊക്കെ. എനിക്ക് ആദ്യമായിട്ട് വരയ്ക്കാൻ പഠിപ്പിച്ചത് എൻ്റെ ചേട്ടനാണ്. പഴയ വീടിൻ്റെ കട്ടിലിൻ്റെ സൈഡിലുള്ള ഭിത്തി ഉണ്ടല്ലോ, അവിടെയൊക്കെ ഫുള്ള് ഞാൻ ക്രയോൺ വെച്ച് വരച്ച് കളിച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് കളറായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ ഞാൻ വരയ്ക്കാൻ പഠിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ ഈ ക്രയോൺസും യൂസ് ചെയ്തിട്ടുണ്ട്, ഓയിൽ പേസ്റ്റൽസും കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കുറേ നാൾ കഴിഞ്ഞാണ് വാട്ടർ കളറിലേക്കൊക്കെ എത്തിയത്. സ്കൂളിലിങ്ങനെ ചെറിയ വർക്ക്സൊക്കെ വരുമ്പോൾ പെയിൻറ്റിങ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പിന്നീട് വാട്ടർ കളറിലേക്കാണ് എത്തിയത്. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ വാട്ടർ കളർ മറ്റൊരു എന്താ പറയുക, ട്യൂബിലല്ലല്ലോ, ഒരു പ്ലേറ്റ് പോലത്തെ പ്ലേറ്റല്ല, അങ്ങനെ ഒരു സംഭവത്തിലല്ലേ, അപ്പം അതിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഓയിൽ പേസ്റ്റൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അതിങ്ങനെ ഇങ്ങനെ ക്രയോൺ ചെയ്തിട്ട് അതിങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ച് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ടുള്ള ടെക്സ്ചർ കിട്ടും. കയ്യിലാവും, പക്ഷെ കുഴപ്പമില്ല, നല്ല ഇങ്ങനെ സോഫ്റ്റായിട്ടുള്ള ടെക്സ്ചർ കിട്ടും. അത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു. അങ്ങനെ ഇപ്പം ഞാൻ ആ ഔട്ട്ലൈൻ കൊടുത്തതിൻ്റെ ചുറ്റും അകത്തായിട്ട് ലൈറ്റ് ബ്ലൂ കൊടുത്തു, പിന്നെ ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ചെയ്തു. പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നതൊരു വയലറ്റ് ഷെയ്ഡ് പോലെയൊരു ഷെയ്ഡാണ്. നിങ്ങളുടെ വെക്കേഷനൊക്കെ എങ്ങനെ പോകുന്നു എന്ന് കമൻറ്റ് ചെയ്യാം. എനിക്കെന്തായാലും ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ചിലപ്പം ഈ മന്തിലെ ലാസ്റ്റ് വീക്ക് ഞങ്ങൾക്കൊരു വെക്കേഷൻ വീക്ക് അവധിയായിരിക്കും. ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി ഞങ്ങൾക്ക് ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്തേ. അപ്പോൾ നിങ്ങളുടെ വെക്കേഷനൊക്കെ എങ്ങനെയുണ്ട്? ഇനി വളരെ കുറച്ച് ദിവസങ്ങളിലൂടെ ഉള്ളില്ലേ ക്ലാസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ആ ദിവസം ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ കുറേ പെൻസിൽ വാങ്ങി ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. എനിക്കിത് കിട്ടിക്കഴിഞ്ഞപ്പോൾ തൊട്ട് കുറേ ചെയ്യണം എന്നിങ്ങനെ ആഗ്രഹം. കാരണം പഴയൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ഇട്ടുതരാം. ബൈ.